വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇറാനിലെ അമേരിക്കയുടെയും സംഘർഷം വെടിനിർത്തൽ 3 ആഴ്ച കൂടെ നീട്ടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വെടിനിർത്തൽ 3 ആഴ്ച നീട്ടുമ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെ സാഹൂതം വീക്ഷിക്കുകയാണ് പല ആൾക്കാരും. ഇന്ത്യയുടെ നീക്കങ്ങൾ വീക്ഷിച്ചാൽ മാത്രം മതി ഇത് വെടിനിർത്തലാണോ അത് വെടിവെപ്പിന്റെ തുടക്കമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വെടിനിർത്തൽ നീട്ടി എന്ന് പറയുമ്പോഴും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സ്ഥിതികൾ കൂടുതൽ സ്ഫോടനാത്മകമാകുന്നു എന്നാണ് പല ആൾക്കാരും സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം സൈനിക ശക്തി അമേരിക്ക അവിടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3ാമത്തെ വലിയ യുദ്ധക്കപ്പൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലേക്ക് പറഞ്ഞയച്ചു വിന്യസിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് ഇസ്രായേൽ ഇറാനിൽ സജീവമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ വലിയ വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. USS ജോർജ് H.W. ബുഷ് ഇന്ത്യൻ മഹാസമുദ്രം വഴി ഗൾഫിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂത്തി വിമതരുടെ ഭീഷണി കാരണം യുദ്ധക്കപ്പൽ കൂടുതൽ ദൈർഘ്യമേറിയ പാത മുനംബ് ഓഫ് ഗുഡ് ഹോപ്പ് അതുവഴിയാണ് അത് പോകുന്നത്. ഇതോടെ 3 ശക്തമായ US കപ്പലുകൾ ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ത്രിശക്തി എന്നാണ് ഇതിനെ നമ്മുടെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനിടയിൽ വേറൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വരാം. അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യയെ നരകം എന്ന് ട്രംപ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഇന്ത്യയെ നരകം എന്ന് വിളിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളും പല ആൾക്കാരും വെളിവില്ലാതെ വിളിച്ചു പറയുമെന്നാണ് ട്രംപിനെതിരെ ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ത്യ കൊടുത്ത മറുപടിയെക്കാട്ടിലും ഇന്ത്യക്ക് വേണ്ടി വേറെ പല ആൾക്കാരും മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇറാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ മേ ബി someone should book a one-way cultural detox for Mr. Trump. It might be reduced random bakwas എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു 16 സെക്കൻഡ് വീഡിയോ ആണ് ഇറാൻ അവിടെ പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് അവർ പറയുന്നു, ഒന്ന് മുംബൈയിലേക്ക് ചെല്ലൂ, മുംബൈയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും തിളക്കമാർന്ന എക്സ്പ്രസ് വേകളും ട്രംപ് ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ ട്രംപ് കണ്ടു കഴിഞ്ഞാൽ ട്രംപ് ഇങ്ങനെ പറയില്ല എന്നുള്ളതാണ്. ഇന്ത്യ എന്നും ഇറാന്റെ നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞ് സാംസ്കാരിക വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ട്രംപിന്റെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ട്രംപിനോട് ഇന്ത്യ അത് സ്വീകരിക്കണം. അതായത് സാംസ്കാരിക വിമുക്തം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ സ്വീകരിക്കണം ട്രംപിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. ഇന്ത്യ എന്ത് മുന്നറിയിപ്പാണ് ആർക്കാണ് നൽകിയത്? ഈ യുദ്ധം ഇപ്പോ 3 സൈഡിൽ നിന്നും അമേരിക്ക വളഞ്ഞു നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും? അതും തന്നെ ഈ ട്രംപിന്റെ പ്രസ്താവന വിഷമമുള്ളവരോട് പറയാനുള്ളത്, ഇന്നലെ രാവിലെയാണ് ട്രംപ് അത് പറഞ്ഞത്. വൈകുന്നേരം ആയപ്പോൾ ഇന്ത്യയെ വളരെ പുകഴ്ത്തിക്കൊണ്ടും ട്രംപ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇന്ത്യ മഹത്തായ രാജ്യമാണെന്നും മാന്യന്മാരാണെന്നും വളരെ സ്നേഹവും ഉള്ളവരാണെന്നും ഞങ്ങളുടെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കാണെന്നും പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫേസ്ബുക്കിൽ പുള്ളിക്ക് ഉറക്കമില്ല. ന്യൂസിന്റെ മലയാള വാർത്ത 2 ദിവസം മുമ്പ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് പലരും പറയുന്നത്, രാത്രി ഉറക്കമില്ല. കാരണം അദ്ദേഹം ഈ ജീസസിന്റെ ഒരു പടം പുള്ളി ഇട്ടായിരുന്നല്ലോ, പുള്ളി ജീസസ് ആയിക്കൊണ്ട് ഒരു പടം ഇട്ടിരുന്നുണ്ട് കഴിഞ്ഞ ദിവസം. അത് രാത്രി 1 മണിക്കോ 2 മണിക്കോ കണ്ടാണ് പുള്ളി പോസ്റ്റ് ചെയ്തത്. പുള്ളിയുടെ പല പോസ്റ്റുകളും ഈ അർദ്ധരാത്രിയാണ്, മനുഷ്യൻ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പുള്ളി പോസ്റ്റ് ചെയ്തത്. അപ്പൊ എല്ലാവരും പറയുന്നത് അങ്ങനെ ഉറക്കക്കുറവിന്റെ ഒരു പ്രശ്നം അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ അറിയത്തില്ല. ഏതായാലും ട്രംപ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അങ്ങനെ ഇടുമല്ലോ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ചറപറ പോസ്റ്റ് വാരി ഇടുന്ന ആളുകളുണ്ട്. അതിന്റെ ഒരു നിലവാരത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നതെന്നുള്ളതാണ്. ഇനി എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക ഒരു വെടിനിർത്തൽ നീട്ടുകയാണെന്ന് പറഞ്ഞത്. അത് അവർ പറഞ്ഞത് 3 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ നീട്ടുകയാണ്. ഇത് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പറഞ്ഞ കാര്യമാണ്. ഇത് ഇറാനും കൂടെ പങ്കെടുത്ത ചർച്ചയിലോ ഇല്ല ഇറാന്റെ ഒരു സാന്നിധ്യത്തിലോ ഒന്നും പറഞ്ഞതല്ല. ട്രംപ് പറഞ്ഞത് 3 ആഴ്ച കൂടി ഞങ്ങൾ വെടിനിർത്തൽ നീട്ടുകയാണെന്ന് പറയുകയും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ മൈൻ പാകുന്ന ബോട്ടുകളും കപ്പലുകളും കണ്ടാൽ വെടിവെച്ചിടാനായിട്ട് അമേരിക്കൻ സൈന്യത്തിന് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ ഈ 3ാമത്തെ കപ്പൽ USS ജോർജ് H.W. എന്ന് പറയുന്ന ഒരു ഷിപ്പ് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു. അതോടുകൂടിയാണ് ത്രിശക്തി എന്ന് പറയുമ്പോൾ USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഇവർക്ക് അറബിക്കടലിലുണ്ട്. ഒപ്പം തന്നെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് ചെങ്കടലിലുണ്ട്. അപ്പൊ ഇതോടുകൂടി തന്നെ 3 വിമാനവാഹിനി കപ്പലുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏജൻസികളും ഒക്കെ പറയുന്നത് ഇതിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും കനത്ത വ്യോമാക്രമണം നടത്താൻ കഴിയും.
ഒപ്പം തന്നെ നാവിക ഉപരോധവും ഇവർക്ക് നടത്താൻ കഴിയും. അങ്ങനെ 3 സ്ഥലത്താണ് ഈ പടുകൂറ്റൻ 3 വലിയ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. അതായത് ഒരു ശക്തമായ പോരാട്ടത്തിന് ട്രംപ് ഒരുങ്ങുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതിനിടയിലാണ് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇറാനിലുള്ള പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുള്ളാനാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യ അവരെ രക്ഷപ്പെടുത്താത്തത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് 3 ആഴ്ചയ്ക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ നിന്ന് ഇന്ത്യൻ പൗരന്മാർ പോകണമെന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വാർത്താക്കുറിപ്പും അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം നമ്മളടക്കം കൊടുത്തിരുന്നതാണ് യുദ്ധം തുടങ്ങുന്നതിന് 3 ആഴ്ചയ്ക്ക് മുമ്പ്. അപ്പോ അവിടെ തന്നെ പിന്നെയും ആരെങ്കിലും ഒക്കെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിയ ബാഗും സാധനം എടുത്തിട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്ന കാര്യം ഇന്നും നമ്മൾ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വാർത്തയ്ക്കകത്ത് ഹെൽപ്പ് ലൈൻ നമ്പരും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം, അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് ഇനി ആരും പോകണ്ട, ഇന്ത്യക്കാരും ഇനി ഈ പറയുന്ന ഭാഗത്തേക്ക് പോകണ്ട എന്ന് ഒരു നിലപാടും കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് മുന്നറിയിപ്പായല്ലോ ഇപ്പൊ ഇന്ത്യ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ പോകുന്നില്ല എന്നുള്ളത് അല്ല. അപ്പൊ ഇനി ചില ആൾക്കാർ അങ്ങനെയാണ്. ഈ പല സ്ഥലങ്ങളിലും ഈ യുദ്ധവും മറ്റും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യം മുന്നറിയിപ്പ് കൊടുക്കും, പൗരന്മാരുടെ രക്ഷപ്പെടാൻ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അവരവിടെ കിടക്കും. അവരവിടെ കിടന്ന് അതെല്ലാം ആസ്വദിച്ച് അവസാനം ഒരു വഴിയും കാണാതെ വരുമ്പോഴാണ് കിടന്ന് ബഹളം വെക്കുന്നത്. നാട്ടിലെ ചാനലുകളിലൊക്കെ വിളിക്കും, എന്നിട്ട് കിടന്ന് കരയും, ഞാനിവിടെ പെട്ടുപോയി, എന്നെ രക്ഷിക്കണം, ആരും വരുന്നില്ല. ഉടനെ ഇവിടെ കിടക്കുന്ന മോദി വിരുദ്ധരായതുകൊണ്ട് ഉടനെ തന്നെ പോസ്റ്റുമായിട്ട് ഇറങ്ങും. മോദി എവിടെ നോക്കിയിരിക്കുകയായിരുന്നു, എടാ നിന്നടുത്ത് നേരത്തെ തന്നെ പറഞ്ഞല്ലേ അവിടെ നിന്ന് ചാടിക്കൊള്ളാനായിട്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ വിമാനമുണ്ട്. ഇപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ ഇന്ത്യക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. അതും എടുത്തു പറയുന്നുണ്ട്. കാരണം പലയിടത്തും വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ ഇറാന്റെ സമീപമുള്ള രാജ്യങ്ങളും മറ്റുമൊക്കെ വ്യോമപാത എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തിന് അവിടെ പോയിട്ട് ഈ വിമാനമാർഗ്ഗം ഇവരെ കൊണ്ടിരിക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. ആ ഒരു മുന്നറിയിപ്പ് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെടിനിർത്തൽ ഒരു ശാശ്വതമല്ല എന്ന് ഇതുകൊണ്ട് മാത്രമാണ് ഈ വെടിനിർത്തൽ ഈ ഒരു മുന്നറിയിപ്പ് ഇന്ത്യ കൊടുക്കേണ്ടി വന്നത്. കാരണം ആ വെടിനിർത്തൽ ഒരു ശാശ്വതമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് ഒരുപക്ഷെ അവർക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇതിൽ യുദ്ധം ഉണ്ടാകില്ല എന്നൊരു പ്രതീതി ഉണ്ടാകുമായിരുന്നു. അപ്പൊ യുദ്ധം ഉണ്ടാകുമെന്ന് മാത്രമല്ല അതൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് അജിത് ഡോവലിന്റെ സൗദി സന്ദർശനം, ഒപ്പം തന്നെ എസ് ജയശങ്കറിന്റെ ഖത്തർ കുവൈറ്റ് സന്ദർശനം, ഒപ്പം തന്നെ നമ്മുടെ ഹർബീന്ദർ സിംഗ് പുരിയുടെ ഒമാൻ സന്ദർശനം, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം നമ്മുടെ മന്ത്രിമാരും അജിത് ഡോവലും ഒക്കെ സന്ദർശിച്ചൊരു വാർത്ത ഇതിനോട് വന്നിരുന്നല്ലോ. ഒരുപക്ഷെ നമ്മുടെ പ്രവാസികളായിട്ടുള്ളവരുടെ ഒരു സേഫ്റ്റിയുടെ കാര്യങ്ങളൂടെ അവിടെ ചർച്ചയായിട്ടുണ്ടെന്ന് നമ്മളെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഇതുവരെ അവിടെ കൂട്ടി വായിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ അമേരിക്ക ഒരു വലിയ അറ്റാക്കിന് ശ്രമിക്കും. എന്തായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഈ ഫെബ്രുവരി 28 മുതൽ ഇന്നേ ദിവസം വരെ നോക്കുമ്പോൾ ഇറാൻ ഒരു തെല്ലും പിന്നാക്കം പോകാതെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയും. സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ വന്നാൽ, അതായത് ഇവരുടെ ഷിപ്പ് ഈ ബോട്ട് വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇറാൻ അവരെ പരിഹസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഗെയിമിലായിരിക്കും വെടിവെച്ചിടുന്നതെന്നാണ് പറഞ്ഞത്. അതായത് നേരിട്ടായിരിക്കത്തില്ല, ഗെയിമിലാണ്. അതായത് ഒരു പൊടിക്കും വിട്ടുകൊടുക്കാത്ത ഒരു രീതിയിൽ. ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നത് ഈ അമേരിക്കയുടെ പക്കലുള്ള ആയുധങ്ങൾക്ക് വലിയ ഷോർട്ടേജ് വരുന്നുണ്ട് എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം അവിടെ 41% വെപ്പൺസ് അവർക്ക് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഓർഡർ അനുസരിച്ചുള്ള ആയുധം പോലും കൊടുക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ ഏതായാലും മിഡിൽ ഈസ്റ്റില് ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കുകയല്ല, അതിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്. കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ അത് ആരംഭിക്കുകയാണ് എന്ന് തന്നെയാണ്. കാരണം ഈ ചർച്ചയ്ക്ക് പോലും ഇപ്പോൾ ഇറാൻ പറയുന്നത് പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് പോയത് തന്നെ അബദ്ധമായി പോയെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കാരണം പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ആണവ വിഷയമുണ്ടല്ലോ, ആ വിഷയം ചർച്ചയുടെ ടേബിളിൽ വെക്കേണ്ടി വന്നു. അത് തങ്ങളുടെ ഒരു പരാജയമാണ് എന്നിപ്പോൾ അവർ സമ്മതിക്കുന്നത്. പിന്നെ ഇറാനിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭരണകൂടവും സൈന്യവും രണ്ട് വഴിക്ക് തന്നെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഇപ്പോൾ ഇന്ത്യയുടെ മുന്നറിയിപ്പും കൂടെ കണക്കിലെടുക്കുമ്പോഴും ഒപ്പം തന്നെ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ 3ാമതൊരു പുതിയ വാർഷിപ്പ് കൂടെ അങ്ങോട്ടേക്ക് അയക്കുമ്പോഴും ഒക്കെ ഒന്ന് വ്യക്തമാണ്, യുദ്ധം തീരുകയല്ല, കുറച്ചുകൂടെ മറ്റൊരു തലത്തിലേക്ക് അത് മാറുകയാണ്. കാരണം ഇപ്പോൾ ചറപറ പല രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ചൈനയുടെ ഷിപ്പ് പിടിച്ചു വെക്കുന്നു, ആക്രമിക്കുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന 2 ഷിപ്പുകൾ, ഇന്ത്യൻ ഷിപ്പുകളല്ല, ഇന്ത്യയിലേക്ക് വരുന്ന ഷിപ്പുകൾ തകർക്കുന്നു. പക്ഷെ ഇപ്പോൾ നല്ലൊരു സന്തോഷ വാർത്ത കൂടെ ഇതിനോടൊപ്പം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ 14 ഷിപ്പുകൾ കൂടി കടത്തിവിടാൻ ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ കടത്തിവിടുമെന്ന് പറയുമ്പോഴും നമുക്ക് സംശയമുണ്ട്. കാരണം ഇറാന്റെ ഒരു ഭാഗം പറയുന്നു ഓക്കെ കുഴപ്പമില്ല പൊക്കുമെന്ന് പറയുന്നു, ഈ മറുഭാഗത്ത് എന്താണെന്ന് നമുക്കറിയില്ല. ഇനി ഇതിന്റെ ഒരു യുദ്ധം കൊടുമ്പിരിയുള്ളതാണ്, എവിടുന്നാണ് വെടിവരുന്നത് മിസൈൽ വരുന്നത് പറയാൻ കഴിയില്ല. ഏതായാലും നമ്മുടെ 14 ഷിപ്പും കൂടി ഉടൻ വിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവരെ ദൈവം സഹായിച്ച് സേഫായിട്ട് തന്നെ അവരിവിടെ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.